ചെറുകഥകൾ അങ്ങനെ എഴുതിയിട്ടില്ല. പുസ്തകങ്ങളിലാണ് ചെറുകഥകൾ എഴുതിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ടൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലാണ് കൂടുതലും അങ്ങനെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ സ്വതന്ത്രമായിട്ടൊരു കഥാ സമാഹാരം അങ്ങനെയുള്ള രീതിയിലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഭാവിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. ചെറുകഥയുടെ ഒരു സമാഹാരം. ചെറുകഥകളുടെ സമാഹാരം. ഈ ലാസ്റ്റ് ഒരു പുസ്തകം, ഇത് മാഡത്തിന്റെ ഒരു പുസ്തകമാണല്ലോ. അതെ 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 നിലാത്തിരി. ഏറ്റവും കൂടുതൽ ഇരിക്കാറുള്ളത് അവിടെ റൈറ്റേഴ്സ് ഫോറത്തിലാണ്. എനിക്ക് ഓരോ മനുഷ്യരും പ്രധാനപ്പെട്ട ഓരോ മനുഷ്യരും വന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സൗഹൃദങ്ങളെ എൻജോയ് ചെയ്യുന്നു. പുസ്തകം വാങ്ങിക്കൂട്ടുന്നത്, അത്രമാത്രം പുസ്തകങ്ങൾ ഞാൻ വാങ്ങാറുണ്ട്. ഇവിടെ പ്രൈസൊക്കെ അല്പം കൂടുതലാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇപ്പം നാട്ടിൽ പോയി വാങ്ങുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അത്ര പോസിബിൾ അല്ലാത്ത ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും പുസ്തകങ്ങൾ ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങും. വായനയോട് അത്രമാത്രം ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് പുസ്തകങ്ങൾ തീർച്ചയായിട്ടും വായിക്കാറുണ്ട്. വായിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെ. ഈ പുസ്തകങ്ങളെല്ലാം മേടിച്ച് വായിക്കാറുണ്ടോ, അതോ അതായത് എന്തൊക്കെ രീതിയിലുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നതിന് താല്പര്യം? എല്ലാ പുസ്തകങ്ങളും വാങ്ങാറുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ പുസ്തകങ്ങളും വാങ്ങാറില്ല. കൂടുതലായിട്ട് സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങളാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, വായിക്കണമെന്ന് കാത്തുവെച്ചിട്ടുള്ള പുസ്തകങ്ങൾ, പിന്നെ പണ്ട് ഒരു തവണ ആരിൽ നിന്നെങ്കിലുമൊക്കെ കടം വാങ്ങി വായിച്ച പുസ്തകമൊക്കെ ആയിരിക്കാം. ആ പുസ്തകം നമ്മൾ നോക്കി വരുമ്പോൾ വാങ്ങിച്ച് നമ്മുടെ കളക്ഷനിൽ അത് ഉണ്ടാവണം എന്ന് നിർബന്ധമുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം വായിക്കാനും വാങ്ങാനും ഒക്കെ